അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം സൂറത്തുൽ ബഖറയുടെ തജ്വീദ് നിയമങ്ങളാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മൾ 51 ആയത്തുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി 3 ആയത്തുകളുടെ തജ്വീദ് റൂൾസ് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിക്കുക, ബസ്മലയും അതേപോലെ ഔദു നിങ്ങൾ ഓതുമ്പോൾ മദ് ആരിദിൽ സുക്കൂൻ കറക്റ്റ് 4 ഹർക്കാത്ത് നീട്ടണം. 52 തായ സുമ്മ അഫൗന അൻകും മിൻ ബഅദ്. സുമ്മ അവിടെ മീമിന് ശബ്ദമുണ്ട്, 2 സെക്കൻഡ് കുന്ന കൊടുക്കുക. സുമ്മ അഫൗന അൻകും, അവിടെ അങ്കും എന്ന് പറയുമ്പോൾ നൂൻ സാക്കിനു ശേഷം കാഫ് വരുന്നുണ്ട്. സോ അവിടെ ഇഖ്ഫ എന്ന് പറഞ്ഞ റൂളാണ്. പിന്നെ അങ്കും എന്ന് പറഞ്ഞ വേർഡിൽ മീമാണ് അവസാനിക്കുന്നത്, അതിന് ശേഷമുള്ള അക്ഷരം മീം തന്നെയാണ്. അപ്പോൾ ഒറ്റ മീമാക്കിയിട്ട് ഉച്ചരിക്കും, അതിനാണ് ഇദ്ഗാം ശഫവി എന്ന് പറയാൻ. അങ്കും മിൻ ഇങ്ങനെ ഓതണം. അങ്കും മിൻ ബഅദി ദാലിക ലഅല്ലകും തശ്കുറൂൻ. മിൻ ബഅദി അവിടെ നൂൻ സാക്കിനു ശേഷം ബ വന്നിട്ടുണ്ട്. സോ നമ്മൾ മീമാക്കിയിട്ട് മാറ്റുമ്പോൾ അത് ഇഖ്ലാബ് എന്ന് പറഞ്ഞ റൂളാണ്. 2 സെക്കൻഡ് ഉന്ന കൊടുക്കുകയും വേണം. മിൻ ബഅദി ദാലിക ലഅല്ലകും തശ്കുറൂൻ. അവിടെ നമ്മൾ മദ് ആദിൽ സുക്കൂൻ 4 സെക്കൻഡ് നീട്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ആയ وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ഈ ആയത്തിൽ കാര്യമായിട്ടുള്ള റൂൾസ് ഒന്നുമില്ല, നിങ്ങൾ അക്ഷരങ്ങൾ നന്നായിട്ട് മഖ്റജ് അനുസരിച്ച് ഓതിയാൽ മതി. വൽ ഫുർഖാന ഖാഫ് നന്നായി ഹെവി ആക്കുക. ലഅല്ലകും തഹ്തദൂൻ. അടുത്ത ആയത്ത് കുറച്ച് വലുതാണ്, ശ്രദ്ധിക്കുക. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ. وَإِذْ قَالَ ഖാഫ് ഹെവിയാക്കുക. മൂസ ലിഖൗമിഹി എന്ന് പറഞ്ഞ വേർഡിൽ ഹ ഉദ്ദമീറാണ്. ആ ഹനാണ് ഹ ഉദ്ദമീർ എന്ന് പറയുന്നത്. ഹ കെസ്ര അല്ലെങ്കിൽ ദൊമ്മ ഉള്ള ഹ ആണ് ഹ ഉദ്ദമീർ. അതായത് ഒരു വാക്കിൻ്റെ അവസാനത്തിൽ കാണുന്ന കെസ്ര അല്ലെങ്കിൽ ദൊമ്മ വരുന്ന ഹ ആണ് ഹ ഉദ്ദമീർ. ഇവിടെ ലിഖൗമിഹി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഹ അദ്ദമീറിന് ശേഷം ഒരു യാ സഗീറ കാണുന്നുണ്ട്, അവിടെ 2 സെക്കൻഡ്സ് നീട്ടണം. ലിഖൗമിഹി യാ ഖൗമി ഇന്നക്കും. ഇന്നക്കും എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് ഉന്ന കൊടുക്കുക. ളലംതും ള നന്നായിട്ട് ഹെവി ആക്കുക. ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ. ഇവിടെ ളലംതും അൻഫുസകും എന്ന് പറഞ്ഞ വേർഡിൽ നൂൻ സാക്കിനു ശേഷം ഫ വന്നിട്ടുണ്ട്, അവിടെ ഇഖ്ഫ അപ്ലൈ ചെയ്യണം. അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല. അൻഫുസക്കും എന്ന് പറയുന്ന വേർഡിൽ അവസാനം മീമാണ്, അതിന് ശേഷമുള്ള വേർഡിൽ അക്ഷരം ബ ആണ് വന്നിട്ടുള്ളത്. സോ ഏത് റൂളാണ് വരുന്നത്? ഇഖ്ഫ ശഫവി എന്ന് പറയുന്ന നിയമം വരും. മീമിനെ ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡ് മണിച്ചിട്ട് ബ ഉച്ചരിക്കണം. അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇകും. ഇവിടെ മദ്ലെട്ടിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്, 4 ഹർക്കാത്ത് ഓതണം. ഫതൂബൂ ഇല ഇങ്ങനെ നീട്ടണം. അപ്പോൾ മദ്ലെട്ടിന് ശേഷം ഹംസ ഡിഫറെൻറ്റ് വേർഡിലായതുകൊണ്ട് തന്നെ മദ് മുൻഫസിലാണ്. പിന്നീട് ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ഫഖ്തുലൂ, അവിടെ ഖാഫിന് കൽക്കല കൊടുക്കുക. ഫഖ്തുലൂ എന്ന് പറഞ്ഞിട്ട് വാവ് മദ് ഉണ്ട്, അതിനുശേഷം ഹംസ ഉള്ള വേർഡാണ്. അഗെയിൻ അവിടെ മദ് മുൻഫസിൽ വരും. എന്നിട്ട് നമ്മൾ 4 ഹർക്കാത്താണ് നീട്ടേണ്ടത്. ഫഖ്തുലൂ അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും. അഗെയിൻ ഖൈറുൻ എന്ന് പറഞ്ഞ വേർഡാണ്. ആ വേർഡിൽ ഖൈറുൻ എന്ന് പറഞ്ഞ വേർഡിൽ തൻവീൻ ഉണ്ടല്ലോ, സോ തൻവീന് ശേഷം ലാം ഖൈറുൽ ലക്കും എന്നാണ് വായിക്കേണ്ടത്. തൻവീന് ശേഷം ലാം വന്നാൽ ഇദ്ഗാം ബിഗൈരി ഉന്ന എന്ന് പറഞ്ഞ നിയമമാണ് വരുന്നത്. അതായത് ഉന്ന ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ലാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് മേർജിങ് എന്നാണ് പറയുന്നതിന്. ഓക്കെ, ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും
അഗെയിൻ ഐന്ദ എന്ന് പറഞ്ഞ വേർഡ് നൂൻ സാക്കിനൊക്കെ ശേഷം ദാലാണ് ഹൈഡ് ചെയ്യുക, ഇഖ്ഫ ചെയ്യണം. നൂനിനെ അവ്യക്തമാക്കിയിട്ട് ജസ്റ്റ് മണിക്കുന്ന ശബ്ദം കൊടുക്കുക. ഐന്ദ എന്നിട്ട് ദാൽ ഉച്ചരിക്കുക. ബാരിഇക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇന്നഹു എന്ന് പറയുമ്പോൾ ശബ്ദമുള്ള നൂന് 2 സെക്കൻഡ് മുന്നേ കൊടുക്കുക. ഹുവത് തവ്വാബു, വാവിൻ്റെ ശബ്ദം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. റൗണ്ട് ഷേപ്പായിരിക്കണം നിങ്ങളുടെ ചുണ്ട് വരേണ്ടത്. വാവ് എന്ന് ഉച്ചരിക്കും. ഹുവത് തവ്വാബു, പല്ലിനൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. വാവെന്ന അക്ഷരത്തിന് പല്ലോ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉച്ചാരണം തെറ്റാണ്. ഹുവത് തവ്വാബുർ റഹീം. റോ ഹെവിയാണ് ഫത്ഹുള്ള കാരണം, പിന്നെ ശബ്ദമുള്ള കാരണം ചിലപ്പോൾ ഒരു വൈബ്രേഷൻ കൂടുതലാവും. ലൈക്ക് തവ്വാബുർ അങ്ങനെ ആവരുത്, മനസ്സിലായോ? ഹുവത് തവ്വാബുർ അങ്ങനെ പറയുമ്പോൾ അത് മിസ്റ്റേക്ക് വരും. ജസ്റ്റ് ഒരു വൈബ്രേഷൻ ഒതുക്കുക. ഹുവത് തവ്വാബുർ റഹീം. അങ്ങനെ നമ്മൾ നിർത്തുമ്പോൾ 4 ഹർക്കാത്ത് അല്ലെങ്കിൽ 6 ഹർക്കാത്ത് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എല്ലാ പ്ലേസിലും 4 കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മദ് ആരിദിൽ സുക്കൂൻ 6 കൊടുക്കാൻ പറ്റും. ഓക്കെ, രണ്ടും ശരിയാണ്. സോ എല്ലാവരും ഈ 3 ആയത്തുകൾ നന്നായിട്ട് പഠിക്കുക. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.